ഗൾഫ് മേഖലയിലെ ഇറാൻ ആക്രമണത്തിൽ 3 പേർ കൂടി കൊല്ലപ്പെട്ടു. കുവൈറ്റ്, ബഹ്റൈൻ, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിൽ ആക്രമണം രൂക്ഷമാവുകയാണ്. ബഹ്റൈനിൽ വീടുകൾക്കുൾപ്പെടെ കേടുപാടുകളുണ്ട്. കുവൈറ്റ് എയർപോർട്ട് ലക്ഷ്യമിട്ടും ആക്രമണമുണ്ടായി. കുവൈത്തിൽ 2ഉം UAEയിൽ 1 മരണവുമാണ് പുതുതായി സ്ഥിരീകരിച്ചത്. ദുബായ് അൽ ബർഷയിൽ കാറിൽ സഞ്ചരിക്കവേ ഡ്രോണുകളുടെ അവശിഷ്ടം പതിച്ച് പാകിസ്ഥാൻ സ്വദേശിയായ ഡ്രൈവറാണ് കൊല്ലപ്പെട്ടത്. കുവൈത്തിൽ അതിർത്തി സുരക്ഷാ സൈനികരായ 2 പേർ കൂടി കൊല്ലപ്പെട്ടതായി ആഭ്യന്തര മന്ത്രാലയവും വ്യക്തമാക്കി. ബഹ്റൈനിലുണ്ടായ ആക്രമണങ്ങളിൽ വീടുകൾക്ക് കേടുപാടുകളുണ്ടായി. കടൽ ശുചീകരണ പ്ലാന്റും തകർത്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയും രാവിലെ ആക്രമണമുണ്ടായി. റിയാദിലെ നയതന്ത്ര മേഖലയായ ഡിപ്ലോമാറ്റിക് ക്വാർട്ടറിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണ ശ്രമം സൗദി പ്രതിരോധ സേന തകർത്തു. 25 ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ പരാജയപ്പെടുത്തിയതായി സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. UAEയിലും ഖത്തറിലും നിലവിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആക്രമണങ്ങളെ അപലപിച്ച GCC രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇറാൻ ഹീനമായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.